കേരളത്തിലെ ഇടതു വോട്ടുകൾ ബി.ജെ.പിയിലേക്ക് പോയതായി CPI കരുതുന്നില്ലെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി ഡി രാജ. CPI സ്ഥാനാർത്ഥികൾക്ക് CPM-ന്റെ മതിയായ പിന്തുണ ലഭിച്ചില്ലെന്ന വാദങ്ങളും ഡി രാജ തള്ളി. ആനി രാജയെ വയനാട്ടിൽ സ്ഥാനാർത്ഥിയാക്കാനുള്ള തീരുമാനം പാർട്ടി ഒറ്റക്കെട്ടായി എടുത്തതാണെന്നും അദ്ദേഹം പറഞ്ഞു. തൃശൂരടക്കമുള്ള മണ്ഡലങ്ങളിൽ CPIM-ന്റെ പരമ്പരാഗത വോട്ടുകൾ ബി.ജെ.പിക്ക് പോയി എന്ന് തെരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്ത CPIM കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തിയിരുന്നു. എന്നാൽ തൃശൂരിലോ മറ്റേതെങ്കിലും മണ്ഡലത്തിലോ ഇടതു വോട്ടുകൾ ചോർന്നതായി വിലയിരുത്തലോ സംശയമോ CPIക്കില്ലെന്ന് ജനറൽ സെക്രട്ടറി ഡി രാജ. Situation demands CPI, CPM and other left parties, the communist parties have to work together with a mutual trust and determination. We focus on that. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവലോകനം ചെയ്ത 5 ദിവസത്തെ നേതൃയോഗങ്ങൾക്ക് ശേഷമാണ് ഈ വിശദീകരണം. കേരളത്തിലെ ബി.ജെ.പിയുടെ വളർച്ചയിൽ ആശങ്ക രേഖപ്പെടുത്തിയ ഡി രാജ CPIM-ന്റെ മതിയായ പിന്തുണ ലഭിച്ചില്ലെന്ന റിപ്പോർട്ടുകളും തള്ളി. അതേസമയം കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം തിരിച്ചടിക്ക് കാരണമായോ എന്ന് പരിശോധിക്കുമെന്നും രാജ. വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ ആനി രാജ മത്സരിച്ചത് പാർട്ടി ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനമാണെന്നും ഇക്കാര്യം പാർട്ടിക്കുള്ളിൽ വിഷയമായിട്ടില്ലെന്നും CPI ജനറൽ സെക്രട്ടറി വ്യക്തമാക്കി. 24 ഡൽഹി.